ഹലോ കുട്ടീസ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡെസ്ക് ഡെക്കോറാണ്. അപ്പോൾ അതിനാവശ്യമായിട്ട് നമുക്കൊരു കിറ്റ് കവർ വേണം. കിറ്റ് കവർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ 50 പൈസ കവർ എന്ന് പറയുന്ന കവറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ താഴെ മുകളിലുമായിട്ടൊരു കട്ട് കൊടുക്കുക. ഇത് ഞാൻ പറയുന്നതിനൊക്കെ കൂടുതൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. അതിനുശേഷം അത് നിവർത്തിയിട്ട് നമുക്ക് 4ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ 7 to 8 സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷർമെൻറ്റ്സിലെടുക്കാം. ഞാൻ 7 to 8 സെൻറ്റിമീറ്ററിലാണ് കണക്കാക്കിയാണ് ജസ്റ്റ് ഒരു മാർക്ക് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കുക. ദെൻ നമുക്കത് കട്ട് ചെയ്ത് ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്കതിൻ്റെ വീതി എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്ററും നീളം എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്ററും ആക്കിയിട്ട് നമുക്കൊരു 4 പീസ് കവർ അങ്ങനെ എടുക്കാം. അതിനുശേഷം നമുക്കത് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് വീട്ടിൽ കാണുമ്പോൾ മനസ്സിലാവും, ഈ ഒരു രീതിയിൽ നമുക്ക് മടക്കിയെടുക്കാം. അങ്ങനെ മടക്കിയെടുത്ത ശേഷം നമുക്കിനി ഒരു നൂലാണ് വേണ്ടത്. നമ്മൾ നോർമൽ സ്റ്റിച്ചിങ്ങിന് എടുക്കുന്ന നൂല് എടുത്തിട്ട് അതിങ്ങനെ അതിൻ്റെ സെൻറ്ററിലൂടെ ചുറ്റി കൊടുക്കുക. ഇങ്ങനെ ഫുള്ള് ചുറ്റിയിട്ട് നന്നായിട്ട് ടൈറ്റായി കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ നിവർത്തി കൊടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിവർത്തി കൊടുക്കുക. ഈ ബോൾസ് ഫുള്ള് നിവർത്തിയെടുത്ത ശേഷം നമുക്കിത് നീറ്റായിട്ട് ഇതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഒരു ക്യൂട്ട് ബോൾ കിട്ടും. ഇതുപോലത്തെ കുറച്ചധികം ബോൾസ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കൂടാതെ ഒരു ഗ്ലാസ്സാണ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ ആരോ ഉപേക്ഷിച്ചിട്ട് പോയ ഒരു പഴയ ഗ്ലാസ്സാണ്. അടുത്തായി നമുക്ക് ആവശ്യമായിട്ടുള്ളത് വൂളൻ ത്രെഡ്സ് ആണ്. അത് നമ്മുടെ ഗ്ലാസിൻ്റെ സ്റ്റെമ്മിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഫുള്ള് നീറ്റായി ഫിനിഷ് ചെയ്ത ശേഷം നമുക്ക് ഗ്ലാസിൻ്റെ ബോട്ടം പോർഷനിൽ കോട്ടൺ പാഡ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ നോർമൽ കോട്ടൺ വെച്ചിട്ടോ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് ഫിനിഷ് ആക്കിയെടുക്കാം. കോട്ടൺ ഒട്ടിച്ച് നീറ്റാക്കി എടുത്ത ശേഷം നമുക്ക് ആദ്യം നമ്മൾ ഉണ്ടാക്കിയ ബോൾസ് ലെയറായിട്ട് നമുക്ക് ഗ്ലാസ്സിന്മേൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ടോപ്പ് ടു ബോട്ടമാണ് സ്റ്റിക്ക് ചെയ്യണത്. ആദ്യം ടോപ്പ് ലെയറിൽ, പിന്നെ സെക്കൻഡ് ലെയറിൽ, അങ്ങനെ എനിക്ക് 2 ലെയർ ഒട്ടിക്കാനുള്ള ഫ്ലവേഴ്സാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ബാക്കിയുള്ള പോർഷൻസ് ഞാൻ കോട്ടൺ പാഡ് വെച്ചിട്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോട്ടണോ ടിഷ്യൂവോ എന്താണെന്ന് വെച്ചാൽ കവർ ചെയ്യാൻ പാകത്തിനുള്ള എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ കവർ ചെയ്ത് എടുക്കാം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ പാർട്ട് ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് ഗ്യാപ്പിലൊക്കെ കോട്ടൺ വെച്ചിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കവർ ചെയ്തെടുക്കാം. അങ്ങനെ ലൈറ്റും കൂടി അറേഞ്ച് ചെയ്തപ്പോഴുള്ള ലുക്ക് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.